എഫോൾജൻസ് കോക്ക്, ഇടിയൻ ചന്തു, റൈറ്റർ ഡയറക്ടർ ശ്രീജിത്ത് വിജയൻ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹം. കൂടാതെ ഈ സിനിമയിലെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മറ്റൊരു പ്രൊഡ്യൂസറാണ്. വേറെ ഏതൊക്കെയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പീറ്റർ ഹെയ്ൻ ബ്രഹ്മാണ്ഡ ആക്ഷൻ കൊറിയോഗ്രാഫർ. ഒരു കാലത്ത് ഫീൽഡൗട്ടായിട്ട് പോയിട്ടുള്ള അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സിനിമയിലൂടെ മലയാളത്തിലേക്ക്, മോളിവുഡിലേക്ക്. ഇതിൻ്റെ ആക്ഷൻസ് കണ്ടപ്പോൾ, ഇതിലെ ചൊത്ത ആക്ഷൻസ് കണ്ടപ്പോൾ പീറ്റർ ഹെയ്നോ എന്തിന്, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ദീപക് ദേവ്, ഒരു കാര്യമില്ല. മ്യൂസിക് പാട്ടുകൾ ചെയ്തിരിക്കുന്നത് അരവിന്ദ് ആർ വാര്യർ, മിർഷാദ് സാറ. ലിറിക്സ് എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ, ശബരീഷ് വർമ്മ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. ഇങ്ങനെയൊക്കെയാണ്. DOP വിഘ്നേഷ് വാസൻ, എഡിറ്റർ വി സാജൻ. അതുപോലെ VFX ചെയ്തിരിക്കുന്നത് നിധിൻ നടുവത്തൂർ. ക്ലൈമാക്സിൽ വണ്ടികളൊക്കെ തീപിടിക്കുന്നു, ഒന്ന് കാണണം എക്സ്പ്ലോഷനൊക്കെ, എൻ്റെ പൊന്നോ. സിനിമ ആരംഭിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. ആസ് യൂഷ്വൽ ഇവൻ ഒരു തലതെറിച്ച ചെറുക്കനാണ്, എല്ലാവരെയും പോയി ഇടിക്കും. നമ്മുടെ ശാന്തിവിള ദിനേശിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക ചെറുക്കൻ, തന്തയേക്കാൾ മോശം. കാരണം ഈ ചെക്കൻ്റെ തന്ത ശ്രീത്രിവിയാണ് ചെയ്തിരിക്കുന്നത്. ഇടിയൻ ചന്ദ്രൻ്റെ മോൻ ഇടിയൻ ചന്തു. ചുമ്മാ ഒരു പിള്ളേരെ ഇടിയും. അങ്ങനെ സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റി വിടുന്നതാണ്, കോതമംഗലത്തേക്ക് വിടുന്നതാണ്. കോതമംഗലത്തെ ആ ഒരു ജോഗ്രഫി, ആ ഒരു ടെറൈൻ ഒക്കെ കാണിക്കുന്നുണ്ട്. പൈനാപ്പിൾ കൃഷി പരിപാടിയൊക്കെ. ഇതാണ് ഇതിൻ്റെ കഥ. പുള്ളിക്ക് 22 വയസ്സായി, ഇപ്പോഴും +2 പഠിക്കുകയാണ്. അതിൻ്റെ ലോജിക്കൊന്നും ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം സ്കൂളിലെത്തി. അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ നല്ല രസമായിരുന്നു. ഇൻ ദ ബിഗിനിങ് തീരെ ബോറടി ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇത് പീറ്റർ ഹെയ്ൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പീറ്റർ ഹെയ്നെ കൊണ്ടുവന്നല്ലേ ആക്ഷൻ തുടങ്ങണ്ടേ. ഇൻ്റർവെല്ലിന് മുന്നോടിയായിട്ട് ഒരു ആക്ഷൻ തുടങ്ങുക. കിച്ചു ടെല്ലസൊക്കെ വന്നിട്ട്, പിന്നെ ചന്തു സലീം കുമാർ. അയ്യോ, ചന്തു സലീം കുമാറാണ് ഇതിലെ മെയിൻ വില്ലൻ. പുള്ളി മറ്റേ മഞ്ഞുമ്മൽ ബോയ്സിലിങ്ങനെ ഉറക്കം തോന്നി നിൽക്കുന്നില്ലേ, ഇങ്ങനെ കിളി പോയിട്ട്, അത് തന്നെ ഇതിനകത്തും. തമിഴ് പേസും. പിന്നെ ഇതിലൊരു സീനിൽ ചന്തു സലീം കുമാർ വാളെടുത്ത് വീശിയുണ്ട്. അതിൽ ഇരുത്തിയൊക്കെ എങ്ങനെയാണ് ഇരുത്തിയേക്കുന്നത്? ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റായിട്ട് പുറകിലിട്ട് കാല് വിട്ടിരിക്കുകയില്ലേ. ഇനി അടുത്ത വെള്ളിയാഴ്ച സലീം കുമാർ പറയില്ലേ, ഇനി അടുത്ത വെള്ളിയാഴ്ച CID മൂസില്ല, അതുപോലത്തെ ഒരു കോമഡി പീസ് വില്ലൻ. പുള്ളി സീരിയസ് ആയിട്ടാണ് ചെയ്തത്. ചന്തു സലീം കുമാർ ചെയ്തതിൻ്റെ കുഴപ്പം മാത്രമല്ല, ഇത് എഴുതിയ ക്യാരക്ടറിൻ്റെ പ്രശ്നം കൂടിയാണ്. അങ്ങനെ ചന്തു സലീം കുമാർ മറ്റേ കിച്ചു ടെല്ലസൊക്കെ ഫൈറ്റ് പീറ്റർ ഹെയ്ൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ഫൈറ്റ്. ആകെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഫിസിക്ക് വെച്ചിട്ട്, ആ ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്ക് വെച്ചിട്ട് തല്ലി തോപ്പിക്കാൻ, കിച്ചു ടെല്ലസിനെ തല്ലി തോപ്പിക്കാൻ പറ്റുമോ? വലിയ കുറേ ഗുണ്ടകളെ പറ്റുമോ? അപ്പോൾ പിന്നെ എന്താ, ഈ കട്ടയെടുത്ത് തലക്കടിക്കുക, പിന്നെ മണൽ വാരി കണ്ണിലെറിയുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കും. ഇതിനാ പീറ്റർ ഹെയ്നെ കൊണ്ടുവന്ന്. പിന്നെ വേറെ ചില ഫൈറ്റ് ഉണ്ട്, അതിലും പൂച്ചട്ടി എടുത്ത് തലക്കടിക്കും. ഈ തലക്കടിക്കുന്നതിന് എന്തിനാ പീറ്റർ ഹെയ്ന്? ചുമ്മാ തലക്കെടുത്ത് ചട്ടിയോ കുപ്പിയോ എന്തോ എടുത്ത് അടിച്ചാൽ പോരെ. ബിജു സോപാനത്തിൻ്റെ ഫൈറ്റൊക്കെ ഉണ്ട്. മീൻ കൊണ്ടടിച്ചിട്ട് ആൾക്കാർക്ക് പറക്കുക വാള. ഇതാണ് ഇതിൻ്റെ ഫൈറ്റ്. ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. അങ്ങനെ അതോടുകൂടി പിന്നെ എനിക്ക് പടം എൻ്റെ പൊന്നോ. കാരണം ഈ ഫൈറ്റ് പടമാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫൈറ്റ്, അതും യാതൊരു ക്രിഞ്ച് ഫസ്റ്റ് പരിപാടി. എത്രയോ കാലമായിട്ട് പണ്ടൊക്കെ ഇല്ലേ, ഒരാളടിക്കുമ്പോൾ സ്കൂളിലെ മുഴുവൻ പിള്ളേരും അടിക്കടാ, അവൻ അടിക്കടാ, ചന്തു അടിക്കടാ, ചന്തു ഞങ്ങളുണ്ടടാ കൂടെ ചന്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് പിള്ളേർ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഉണ്ട്. അതിൽ നമ്മുടെ ഫുക്രോ ഒക്കെ ഉണ്ട്. ഫുക്രു തനിയലമ്പ്. അതായത് +2 നിങ്ങൾ ഏത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരുത്തം കാണും, ഒരു വൃത്തികെട്ട ഒരുത്തം, കണ്ടാൽ തന്നെ മോന്തി അടിച്ചിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് ഫുക്രു നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഫുക്രുവിൻ്റെ ആ ഒരു അറിയാലോ, ആ ടെമ്പറമെൻറ്റ് അത് വെച്ചിട്ട് ഫുക്രു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂരജ് ഉണ്ട്. പിന്നെ മറ്റേ പിക്കപ്പ് ലൈൻ പറയുന്ന ഒരുത്തനില്ലേ, ഇങ്ങനെ പിക്കപ്പ് ലൈൻ പറയുന്ന മറ്റേ അവിടെ ചാനലൊക്കെ വന്നിട്ട് അവനുണ്ട്. അങ്ങനെ കുറച്ച് ക്ലാസ്മേറ്റ്സ്. പിന്നെ കഥാനായികയുടെ ഫ്രണ്ട്സ്. പിന്നെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അച്ഛനല്ല, അമ്മാവൻ. ഞാൻ നേരത്തെ പറഞ്ഞ ബിജു സോപാനം, സ്മിനു സിജോ. അമ്മ ഭയങ്കര കലിപ്പ. പിന്നെ ഇരട്ട കുട്ടികളുടെ അമ്മയാണ്, 2 പെൺകുട്ടികൾ. ജയശ്രീ ശിവദാസാണ് നായിക. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൂടെ പഠിക്കുന്നു +2. അതാണ് കഥാപാത്രം. ഭയങ്കര കരാട്ടക്കാരിയൊക്കെയാണ്. കാരണം അച്ഛൻ ജോണി ആൻ്റണി കരാട്ടെ മാസ്റ്ററാണ്. ജോണി ആൻ്റണി മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു കരാട്ടെ മാസ്റ്ററായിട്ട്. വയറുകൊണ്ടായിരിക്കും പുള്ളി ആൾക്കാരെ ഇടിച്ചിടുന്നത്. പിന്നെ
വിദ്യ വിജയകുമാർ മദ്രേസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ചൊരു ആക്റ്റീവായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു ബെസ്റ്റി ടൈപ്പ്. പക്ഷേ 2017 എന്നൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. അന്നേരം ബെസ്റ്റി എന്നുള്ള ടെർമിനോളജി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കുറേ വാട്സപ്പിൻ്റെ അപ്ഡേറ്റഡ് വേർഷനൊക്കെ കാണിക്കുന്നത് കാലഘട്ടം വരെ എഴുതി കാണിച്ചാൽ അത് കീപ്പ് ചെയ്യേണ്ട, അതൊന്നുമില്ല. നായികയുടെ അനിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഗോപികൃഷ്ണ വർമ്മ, അദ്ദേഹം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോമഡീസൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഫ്രഷേ പള്ളിയിൽ അച്ഛൻ പ്രിൻസിപ്പൾ ലാലു അലക്സ്, അറിയാലോ പുള്ളിയുടെ വിത്തിൻ 24 hours and 20 minutes പുള്ളി പിന്നെ ലാസ്റ്റ് കാണുമല്ലോ ഒരു പരിപാടിയൊക്കെ. കാരണം അച്ഛൻ പ്രിൻസിപ്പൾ ലാലു അലക്സ് ആകുന്ന സമയത്ത് പുള്ളിയുടെ ചില പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ദിനേശ് പ്രഭാകർ വലിയ ടീമാണ്, മറ്റേ റോളക്സിൻ്റെ ഒക്കെ ടീം പോലെ, സന്താനത്തിൻ്റെ ടീം പോലെ വലിയ ഡ്രഗ് മാഫിയൻ്റെ ആളാണ്. അപ്പോൾ പുള്ളി പിന്നെ ഇതിലെ മെയിൻ വില്ലത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആക്ഷൻ ഹീറോ ബിജുവിലെ കൊച്ച് സല്ലണ്ണൻ എന്ന് പറയുന്ന ആ ലേഡി ഉണ്ടല്ലോ, അവരാണ്. അവരെ കാര്യമൊന്നും പറയാത്തതല്ലേ, തമിഴ് പേസും. അതുകൊണ്ട് തന്നെയാണ് പിന്നെ സലീം കുമാറിൻ്റെ മോനും തമിഴ് പേസുന്നത്. പിന്നെ സലീം കുമാർ ഇതിനകത്തുണ്ട്, സോനു ശിശുപാൽ, രഘുനാഥ് പലേരി, ഗായത്രി അരുൺ, പഴയ ദീപ്തി IPS ഇതിൽ ഭയങ്കര കെമിസ്ട്രി ടീച്ചറാണ്, മെർക്കുറി എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ IM വിജയൻ, ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ, അദ്ദേഹത്തെ എല്ലാ സിനിമയിലും വിളിക്കും, പുള്ളിക്ക് എന്തെങ്കിലും റോൾ കൊടുക്കും, എന്നിട്ട് ലാസ്റ്റ് പുള്ളിയെ കൊണ്ട് സിസർ കട്ട് അടിപ്പിക്കും. ഇതിൽ ഒരു മാറ്റമില്ല, പുള്ളി ഈ സിനിമയിലും സിസർ കട്ട് അടിക്കുന്നുണ്ട്. പിന്നെ മലയാള മിമിക്രി ഇതിഹാസം മഹാനടൻ ഏലൂർ ജോർജ് ഒരു മികച്ച വേഷം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ലെന, പുള്ളിക്കാരി ആസ് യൂഷ്വൽ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ഇതിൽ മുട്ടയടിച്ചൊക്കെ വരുന്നുണ്ട്. പുള്ളിക്കാരി റിയൽ ലൈഫിൽ എവിടെ മുട്ടയടിച്ചപ്പോൾ ഇതിൽ പളനി പോയി മുട്ടയടിക്കുന്നത്, അത് പോലീസുകാർ താടിയുള്ള അരശ്രീ അശോകനൊക്കെ പണ്ട് മലക്ക് പോകുന്ന ആളായിട്ട് വെക്കൂലേ, സ്വാമിയായിട്ട്, അങ്ങനെ എന്തോ പരിപാടി. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും കിടു എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. ഇത്ര ഹിലാരിയസ് ആയിട്ടുള്ള ചിരിച്ചു മരിച്ചൊരു ക്ലൈമാക്സ് അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. റിവെഞ്ചാണ് ഇത്, ആക്ഷനുണ്ട്, കോമഡി ഉണ്ട്, പിന്നെ ക്ലൈമാക്സിനായിട്ട് സെൻറ്റി വരുന്നുണ്ട്, റിവെഞ്ച്, ലാസ്റ്റിലത്തെ ആക്ഷൻ എൻ്റെ പൊന്നോ അയ്യോ. അതായത് ബാഹുബലി 2 റീക്രിയേറ്റ് ചെയ്ത ഇതിനകത്ത് മറ്റേ അവന്തിയൊക്കെ വരുന്ന പോലെ, തമന്നയുടെ ക്യാരക്ടർ വരുന്ന പോലെയാണ് നായിക വരുന്നത്. പിന്നെ അമ്പും വില്ലും, സ്കൂളിൽ അമ്പും വില്ലും എടുത്തിട്ട് ഇങ്ങനെ, പിന്നെ യുദ്ധം കാണുന്നത്, അറഞ്ചം പുറഞ്ഞ യുദ്ധം, അമ്പും വില്ലും. പിന്നെ ബാഹുബലിയിൽ കാണിക്കുന്നില്ലേ മറ്റേ ഒരു വലിയ ഉണ്ട എടുത്തിട്ട് ഒരു മരത്തിൻ്റെ ഇത് ഭ്രും പറഞ്ഞ് വിടുന്നത്, അതുപോലെ ഇതിനകത്ത് വിടുക, മറ്റേ ക്രിക്കറ്റ് ബോൾ എറിയുന്ന മെഷീൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഭും ഭും എന്നിട്ട് ഇങ്ങനെ യുദ്ധഭൂമിയിൽ അങ്ങനെ വില്ലന്മാരെ ഇങ്ങനെ വീഴുക, ഉണ്ട കറക്റ്റ് ഉണ്ടയല്ല ബോൾ. പിന്നെ അതിനകത്ത് കല്ലിട്ടടിക്കണ്ട, അയ്യോ ഇതൊക്കെ ബുദ്ധി പോണ പോക്ക് നോക്കുന്നത്, രാജമൗലി തോറ്റു, കല്ലിട്ടടിക്കുക ക്രിക്കറ്റ് ബോൾ എറിയുന്ന മെഷീൻ്റെ അകത്ത്. പിന്നെ ജാവലിംഗ് ത്രോ, ക്രിക്കറ്റ് ബാറ്റ്, ഇതെല്ലാം വെച്ചിട്ടുള്ള യുദ്ധം. പിന്നെ ലാസ്റ്റ് ഹൊയ് 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 മറ്റേ കുറച്ച് ഗേൾസ് കൊരാട്ടക്കാരികൾ ഇങ്ങനെ വന്നിട്ട് ഹൊയ്, അയ്യോ അതൊക്കെ കണ്ടിട്ട് നല്ല ഡാൻസ് പോലെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ലാസ്റ്റ് യുദ്ധം, ശരിക്കും സ്കൂൾ ഗ്രൗണ്ടിൽ യുദ്ധം. ബാഹുബലി 2 നടക്കുകയാണ്, യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഏറ്റുമുട്ടും ആൾക്കാർ ആയുധങ്ങളായിട്ട്. ആലോചിക്കണം, അമ്പും വില്ലും. ഏത് സ്കൂളാ പോലെ ഇതുപോലത്തെ അമ്പും വില്ലുള്ള, ഞാൻ ഇത് വിടുക നായിക, അമ്പും വില്ലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഫുക്രൊക്കെ പറന്നടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇടിയൻ ചന്തുവിൻ്റെ അടിയും, ഇങ്ങനെ മൊത്തത്തിലൊരു പൊട്ടിപ്പാറ്റി പരിപാടി. അങ്ങനെയൊക്കെ അവസാനിച്ചെന്ന് കരുതിയതാണ്. അപ്പോഴേ ഒരു ഭീകര അപരാധ ലാസ്റ്റ് ഉണ്ട് ക്ലൈമാക്സിൽ. സിനിമയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പിന്നെ പാർട്ട് 2, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 2 ഇറക്കാനൊന്നുമല്ല, ഇത് ഇറങ്ങാൻ പോകുന്നില്ല എന്നൊരു പക്ഷേ ഇവർക്ക് തന്നെ അറിയായിരിക്കും. ഈ സിനിമയുടെ കാര്യം മാത്രമല്ല പല സിനിമയും, പക്ഷേ ചുമ്മാ ഒരു സാധനം ഇട്ട് വെക്കുന്ന കാരണം അതൊരു എസ്കേപ്പിസം അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ്. ഒരു എഴുതുന്ന ആൾക്ക് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് പറ്റാത്ത അവസ്ഥയിൽ ചുമ്മാ പ്രേക്ഷകൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുക. ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഇതിലെന്തെല്ലോ ഹിഡൻ സംഭവം ഉണ്ടായിരുന്നു, ഇനി അടുത്ത പാർട്ട് 2 റിവീൽ ചെയ്യപ്പെടുന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് നിർത്തുക. ഈസി പരിപാടി. കഴിവില്ലെങ്കിൽ അതാണ് സംഭവം. ഒരു സാധനം എഴുതിയിട്ട് അത് അവസാനിപ്പിക്കാൻ കൂടി പഠിക്കണം. അത് പറ്റാത്ത ആൾക്കാർ ചുമ്മാ പാർട്ട് 2. ഈ സിനിമയെക്കുറിച്ചല്ല കേട്ടോ പറയുന്നത്, പൊതുവിൽ കുറേ സിനിമകൾ എടുത്തു നോക്കി അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും കാണാം, ക്ലൈമാക്സ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തൻ്റെ തലവെട്ടി വെക്കുന്നു, ഏതെങ്കിലും ഒരുത്തൻ്റെ എൻട്രി വരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ പാർട്ട് 2 ബാക്കി തുടരുന്നു പറഞ്ഞിട്ട് ഈ സിനിമകളൊക്കെ മൊത്തം അത് കറക്റ്റായിട്ട് അത് അവസാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കഥാപാത്രം പറയാൻ വിട്ടുപോയി. രമേഷ് പിഷാരടി ചെയ്ത ഉന്മേഷ്, എനർജി സ്റ്റാർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി
കഥാപാത്രം നല്ല ഊള കഥാപാത്രം. ചുരുക്കി പറഞ്ഞാൽ സിനിമയുടെ അവസാനം ഡാബ്ജിയുടെ ഒരു സോങ് വരുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോൾ തന്നേ തന്നേ എന്ന് ചോദിച്ചു വാങ്ങിയില്ലെന്ന്. അതാണ് ഉണ്ടായിട്ടുള്ളത്. ആരുടെ സ്കൂളിൻ്റെ അയതപ്പുര തുറക്കൂ വണ്ടിക്കരിമ്പാറ